ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് വാഗ്ദാനങ്ങൾ അമേരിക്കൻ ജനതയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഇലക്ഷനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞതും അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം പുള്ളിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ട്രംപ് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഇല്ലീഗൽ മൈഗ്രൻസിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത്. അതിനു മുമ്പേ ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കും ഉറപ്പായിട്ടും. നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ രാജ്യത്തിനും അവരവരുടേതായ നിയമവ്യവസ്ഥിതികളുണ്ട്. അപ്പോൾ അതിനെ ഫോളോ ചെയ്യുവാൻ അവർക്ക് കഴിയും. പക്ഷേ നമുക്ക് അതിന്മേലൊന്നും ചെയ്യാനുള്ള ആ ഒരു റൈറ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇല്ല. ട്രംപ് തന്നെ പറയുന്നത്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം, പക്ഷേ അത് ലീഗലായിട്ട് വരാം, ജോലി ചെയ്യാം, താമസിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇല്ലീഗലായിട്ട് നിങ്ങൾ വരാൻ ശ്രമിക്കുകയാണ് എങ്കിൽ നിങ്ങൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളോട് ഒരു കരുണയും കാണില്ല, നിങ്ങൾ ശരിക്കും ക്രിമിനൽസിനെ പോലെ തന്നെ കൺസിഡർ ചെയ്യുള്ളൂ എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ വിവാദപരമായ ഇഷ്യൂ, നമ്മുടെ ഇന്ത്യക്കാർ ഏകദേശം 75,000 അറൗണ്ട് അത്രത്തോളം ഇന്ത്യക്കാർ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ, ഇല്ലീഗലായിട്ട് വന്നിട്ടുള്ളവർ. അതിൽ തന്നെ ഇപ്പോഴ് ഒരു 20,000 പേരെയാണ് തിരിച്ചയക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിലെ ഒരു 104 പേരാണ് ഇപ്പോൾ എത്തിയേക്കുന്നത്. അമൃത്സറിലെത്തിയ 104 പേര് ഒരു വന്നു കഴിഞ്ഞു. അതിനെ ചൊല്ലി ഇവിടെ എന്തൊക്കെ വിഷയങ്ങളായി നടക്കുന്നത്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ള ആളല്ല കേട്ടോ, പക്ഷേ ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞു, ഞാൻ മനസ്സിലാക്കിയതാണേ, ഇതിൽ ഗവൺമെൻറ് എന്ത് പിഴച്ചു? എല്ലാവരും കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെ ഇൻഫോം ചെയ്തിട്ടാണോ ഇവർ പോയത്? അപ്പം കൂടുതലും പറയുന്നത് ഒരു മനുഷ്യാവകാശം ഇവിടെ ലംഘിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് അതേ രീതിയിലാണ്, അത് കൈയും കാലും ഒക്കെ ബന്ധിച്ചാണ് ഇവരെ ഇവിടെ എത്തിച്ചത്. അപ്പം അതിനെ തീർച്ചയായും ചോദ്യം ചെയ്യേണ്ടതായിരുന്നു എന്നാണ് രാഷ്ട്രീയ കക്ഷികളും മീഡിയയും ഒക്കെ പറയുന്നത്. ശരി, കുഴപ്പമില്ല, സമ്മതിക്കാം. ഞാനതല്ല പറയുന്നത്. ഓരോ ആളുകളും ഏറ്റവും കൂടുതൽ സൗത്ത് അമേരിക്കൻസാണ്, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത്. അതിൻ്റെ തൊട്ട് താഴെയാണ് ഇന്ത്യക്കാർ. അതിൻ്റെ തൊട്ട് താഴെ ഇന്ത്യക്കാരുണ്ട് ഈ പോകുന്നവർ. ഓരോ ആളുകളും ഇവിടെ വന്നവർ പറയുന്നതാണ്, തിരിച്ച് വന്നവർ പറയുന്നതാണ്, ഓരോ ആളുകളും 50 മുതൽ 1 കോടി വരെ നൽകിയാണ്, ഏജൻറ്റുമാർക്ക് നൽകിയാണ് ഇവരവിടെ എത്തിയത്. അതും ഈസി വേ ഒന്നും അല്ല, ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് തന്നെയാണ് ഇവർ പല കൺട്രീസും, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസും ക്രോസ് ചെയ്താണ് ഇവർ US-ലെത്തിയത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാട് ഇവർ സഹിച്ചു. പിന്നെ അത്രയും കഷ്ടപ്പാട് സഹിച്ചവർ ചെന്നെങ്കിൽ ഇവർക്ക് വേറെ പ്രശ്നമൊന്നുമല്ലാതെ ഇവരെങ്കിൽ തിരിച്ചിങ്ങ് എത്തിച്ചില്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കയ്ക്ക് ഒരു ഡിറ്റൻഷൻ സെൻറ്റർ ഉണ്ടല്ലോ, നമുക്കൊരു പ്രിസൺ എന്ന് പറയാം, അത് ക്വാണ്ടനാമോ ബേ, അവിടെയാണ്. അതിൻ്റെ ക്വാണ്ടനാമോ എന്ന് പറഞ്ഞാൽ ആ ഉൾക്കടലിൻ്റെ ആ ഒരു കോസ്റ്റിൽ, അവിടെയാണ് ഒരു നേവൽ ബേസും ഒക്കെ ഉണ്ട്. അവിടെയാണ് ഇവരുടെ ഡിറ്റൻഷൻ ക്യാമ്പ്. അവിടെ പ്രധാനമായും ഈ ടെററിസവുമായി ബന്ധപ്പെട്ടവരും അതുപോലെ ഈ ഇല്ലീഗലായിട്ട് വരുന്നവർ, അതിൽ കൂടുതൽ ഈ അക്രമാസക്തരായ അങ്ങനെയൊക്കെയുള്ള ടീംസിനാണ് കൂടുതലായും അവിടേക്ക് കൊണ്ടുപോയി അവിടെ പാർപ്പിച്ചേക്കുന്നത്. പിന്നെ ഈ വന്നവർ നന്ദി പറയല്ലേ വേണ്ടത്? ഇവരെ അങ്ങോട്ടൊന്നും കൊണ്ടുപോയില്ലല്ലോ, അല്ലെങ്കിൽ ഇവരെ പിടിച്ച് ജയിലിലൊന്നും ഇട്ടില്ലല്ലോ. ഇവർക്കിങ്ങനെ തിരിച്ചെത്താൻ പറ്റിയില്ലേ? ഇവരെ 40 മണിക്കൂർ 41 മണിക്കൂർ എന്നൊക്കെ കണക്ക് പറയുന്നുണ്ട്. ഒരു പ്രശ്നം കൂടാതെ ഇങ്ങനെ എത്തിയില്ലേ, തിരിച്ച് വന്നില്ലേ? അത് പോരെ. പിന്നെ ഈ വന്നവരൊക്കെ വളരെ ആ വീഡിയോസൊക്കെ കാണുമേ, ആ വന്നവരൊക്കെ വളരെ ശരി മനസ്സിലാക്കുന്നു, അവരൊരുപാട് ബുദ്ധിമുട്ട് സഹിച്ചു പോയി, അവരുടെ വിഷമം മനസ്സിലാക്കാം. എങ്കിലും ഇവർ വരുമ്പോൾ എന്താ ഇവിടുത്തെ ഗവൺമെൻറ് സർക്കാർ ഇവരെ മാലയിട്ട് സ്വീകരിക്കണമായിരുന്നോ? ആ രീതിയിലുള്ളൊരു വെൽക്കം ഇവർക്ക് കൊടുക്കണമായിരുന്നോ? അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ, അവർക്കറിയാം ഇത് ഈ പറയുന്നതൊക്കെ തെറ്റാണെന്ന് അവർക്കറിയാം. എങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കാനായിട്ട് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്, അത് ശരിയായില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ 50 ലക്ഷം അതുപോലെ തന്നെ ഈ 1 കോടിയൊക്കെ മുടക്കി പോകാൻ കഴിയുന്ന ഇവർക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്തുകൂടായിരുന്നു? കൂടുതലും ഗുജറാത്തിൽ നിന്നുള്ളവർ, അതുപോലെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിയുടെ നാട്ടിൽ നിന്നുള്ളവർ, പിന്നെ പഞ്ചാബ്, ഇവിടെ നിന്നൊക്കെയാണ് കൂടുതൽ ആളുകളും പോയേക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം പൈസ മുടക്കാൻ ഞാൻ വേറൊരു വീഡിയോ കണ്ടു കേട്ടോ. അതിൽ ഈ ഗുജറാത്തിൽ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഈ പോകാൻ നിൽക്കുന്നവർ. അതായത് അറിയാലോ, മെക്സിക്കൻ ബോർഡർ നമുക്ക് കാണുമ്പോൾ അവിടെയാണെങ്കിൽ വലിയ ഫെൻസിങ് ആണ്. അത് എങ്ങനെ ക്രോസ് ചെയ്യാം, അതുപോലെ വലിയ ഹൈറ്റുള്ള മതിൽ എങ്ങനെ ചാടിക്കിടക്കാം, പിന്നെ നല്ല വെയിറ്റ് ശരീരത്തിൽ താങ്ങിക്കൊണ്ട് എങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റും, ഈ മതിൽ ചാടിക്കയറാം, അങ്ങനെയൊക്കെയുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഗുജറാത്തിലുണ്ട്, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കുറേ ഉണ്ട്. അപ്പം ആളുകൾ ഒന്നും ഇല്ലാത്തവരൊന്നും അല്ല ഇങ്ങോട്ട് ചാടാൻ ശ്രമിക്കുന്നത്. എല്ലാവർക്കും അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ ഒരു ആവേശം അല്ലേ? പൈസ ഇല്ലാത്തവരൊന്നും അല്ല പോയേക്കുന്നത്. ട്രംപിൻ്റെ ഈ ഒരു നയത്തോട് ഞാൻ 100% യോജിക്കുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, ഇഷ്ടമുണ്ടോ, നിങ്ങൾ പോ, നേരായ മാർഗത്തിൽ പോ, പൈസ ഉണ്ടെങ്കിൽ പോ. ഇതൊന്നും അങ്ങനെ ചെയ്യാതെ ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് പോയവർക്ക് തിരിച്ച് ആ US-ൻ്റെ ആ എയർക്രാഫ്റ്റിൽ ഇങ്ങ് എത്തിയത് ഒരു പ്രശ്നം കൂടാതെ അവരെത്തി. കാലിലും കയ്യിലും ചങ്ങല ഉണ്ടായിരുന്നൊക്കെ പറയുന്നു. ഇനി വന്നില്ലേ, അതിനൊരു നന്ദിയല്ലേ പറയേണ്ടത്? ജീവൻ തിരിച്ച് കിട്ടിയില്ലേ, അല്ലാതെ അവരെ പറഞ്ഞാൽ ആ ഡിറ്റൻഷൻ സെൻറ്ററിലൊന്നും കൊണ്ടുപോയില്ലല്ലോ.
ഇവിടെ കിടന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. ഇനിയിപ്പോൾ അടുത്ത ഫ്ലൈറ്റ് ഇനി ഉടനെ വരും. ഇനി അന്നിനി എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ദയവേദി കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയെ എതിർക്കുന്നവരെ എന്നെ പൊങ്കാലിടാൻ വരല്ലേ. എനിക്ക് ഇവരുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഞാൻ എൻ്റേതായ ഒരു കാഴ്ചപ്പാട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ.